ഈ ഭാരതമാതാവിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിപാടിക്കൊരു ബുദ്ധിമുട്ട് പറയുകയാണ്. ആർക്കാ ബുദ്ധിമുട്ട്? നിലവിൽ രജിസ്ട്രാർ പറയുന്നത് ആ ഭാരതമാതാവിന്റെ ചിത്രം മാറ്റേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതാൾ പറഞ്ഞോട്ടെ. അതുകൊണ്ട് എന്താണ് കുട്ടിയുടെ ചോദ്യം? എന്താ ഇത് മാറ്റണം എന്നുള്ളൊരു ആവശ്യം അവർ പറയും. നമുക്കില്ല ആഗ്രഹം. അഭിപ്രായം അതൊക്കെ അവരുടെ ഓരോ രാഷ്ട്രീയ തീരുമാനങ്ങളാണ്. അതിനകത്ത് നമുക്കൊന്നും അഭിപ്രായം പറയേണ്ട കാര്യമില്ല, മാറ്റേണ്ട കാര്യമില്ല. സുജ, കുമ്മനം ഉള്ളവർ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതായാലും മാറ്റേണ്ടതില്ല എന്നുള്ള ആവശ്യങ്ങളൊക്കെയാണ് പറയുന്നത്. സാർ, ഇപ്പോൾ ഭാരതമാതാവിന്റെ വിഷയമാണ് അദ്ദേഹമാണ് സംഘാടകർ. സംസാരിച്ചിട്ടില്ല. അദ്ദേഹം സംഘാടകർ പറയട്ടെ, സംസാരിച്ചില്ല, അവർ പറയട്ടെ. പ്രതികരിക്കാൻ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ഇവരൊക്കെ തന്നെയും ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരക്ഷ ചിത്രം മാറ്റാൻ അവിടെ ഇരിക്കുന്ന ആരും പറയില്ല എന്നുള്ളത് ഏകദേശം പ്രതികരണങ്ങളിൽ വ്യക്തമാണ്. അതെ, തീർച്ചയായിട്ടും സുജി, ആരും ഇത് മാറ്റാനുള്ളത് രജിസ്ട്രാറുടെ ആവശ്യം മാത്രമാണ് എന്ന രീതിയിൽ ഇവർ തള്ളിക്കളയുകയാണ്. ഏതായാലും മാറ്റാൻ വേണ്ടി നിർബന്ധം പിടിക്കുകയാണെങ്കിൽ ഈ പരിപാടി തന്നെ നടക്കില്ല എന്നുള്ളത് തന്നെയാണ് ഈ പത്മനാഭ സേവാ സമിതി ക്കാർ പറയുന്നത് എന്നുള്ളതാണ്. ഏതായാലും നിലവിലിപ്പോൾ ഒരു അനിശ്ചിതത്വത്തിലേക്ക് നിൽക്കുന്നു. 5:30 ഈ പരിപാടി നടക്കേണ്ടത്. 5:30 തന്നെ ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഇവിടെ എത്തുമെന്നുള്ളതാണ്. പുറത്ത് SFI പ്രവർത്തകരടക്കം ഈ ക്യാമ്പസിന് പുറത്ത് നിരവധി ഈ SFI പ്രവർത്തകരൊക്കെ തന്നെയും കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ വലിയൊരു സുരക്ഷ ഈ സർവകലാശാലയ്ക്ക് ചുറ്റിലും ഏർപ്പെടുത്തിയിട്ടുമുണ്ട് എന്നുള്ളതാണ്. PK കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ഏതായാലും സദസ്സിലും എത്തിയിട്ടുണ്ട്. പക്ഷേ നിലവിൽ ഈ പരിപാടി ഇതേ രീതിയിൽ തന്നെ തുടരണമെന്നൊരു അഭിപ്രായം തന്നെയാണ് ഇവർ പറയുന്നത്. ഏതായാലും ആളുകളൊന്നും പ്രതികരിക്കാനുള്ളൊരു വിഷയത്തിലാണ് വീണ്ടും ഇത് മാറ്റണമെന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ പറയുന്നത്. അല്ല, ഈ നമ്മുടെ കേരളത്തിലെ സംസ്ഥാന സർക്കാരും അവിടെ പോലീസും എല്ലാം ഒരർത്ഥത്തിൽ ഭാരതാംബയെ അവഗണിക്കുക എന്ന് ചെയ്യുന്നത് ഇത് രാജ്യദ്രോഹമാണ്. ഇവിടെ നടക്കുന്നത് LDF സർക്കാരിൻ്റെ സർക്കാർ സ്പോൺസേഡ് രാജ്യദ്രോഹ പ്രവർത്തനമാണ് നടത്തുന്നത്. ജനങ്ങൾക്കിടയിൽ, സമൂഹത്തിനിടയിൽ ദേശവിരുദ്ധത, ഭാരതവിരുദ്ധത, ഇന്ത്യാവിരുദ്ധത പ്രചരിപ്പിക്കാനുള്ള ശ്രമമാണ്. അടുത്ത ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തീവ്രവാദികളുടെ, അതുപോലെ ഭീകരവാദികളെയും തീവ്രവാദികളെയും പ്രീണിപ്പിക്കുക, ഇതാണ് ലക്ഷ്യം. അത് നിലമ്പൂരിൽ അവർ ആരംഭിച്ചിട്ടുണ്ട്, PDPയുമായി സഖ്യം ചെയ്തുകൊണ്ട്. അതിനി ആവർത്തിക്കും. അവരെ തൃപ്തിപ്പെടുത്താനാണ് ഈ ശ്രമമൊക്കെ. എനിക്ക് ഇവിടെ കാവ്യ കണ്ടാൽ അവിടെ എല്ലാം ബഹിഷ്കരണമാണ്. ഇപ്പോൾ പറയുന്ന ഭാരതാംബയല്ല, കാവ്യാണ്. ഇപ്പോൾ ഞങ്ങൾ ചോദിക്കട്ടെ, റെയിൽവേ സ്റ്റേഷനിൽ ചുവന്ന കൊടിയുണ്ട്. CPMൻ്റെ കൊടിയും റെയിൽവേ സ്റ്റേഷനിലെ കൊടിയും ഒന്നായതുകൊണ്ട് ഞങ്ങളിനി റെയിൽവേ സ്റ്റേഷനിൽ ചുവന്ന കൊടി ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അനുവദിക്കാൻ പറ്റുമോ? ഇപ്പോൾ കൈപ്പത്തിയുണ്ട് കൽപ്പാത്തിയിലെ ഒരു അമ്പലത്തിൽ. ഇനി അവിടെ കൈപ്പത്തി കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമാണ്. അതുകൊണ്ട് അവിടെ അമ്പലത്തിൽ കൈപ്പത്തി ഉള്ളതുകൊണ്ട് ആരും അമ്പലത്തിൽ പോകാൻ പാടില്ല എന്നാരെങ്കിലും പറയുമോ? ഇതെന്തൊരു ഏർപ്പാടാണ്. ഇത് സത്യത്തിൽ വളരെ ആസൂത്രിതമായിട്ട് ദേശവിരുദ്ധ മനോഭാവം കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ആസൂത്രിതമായ ശ്രമമാണ്. ഇത് വോട്ട് ബാങ്ക് മുന്നിൽ കണ്ടുകൊണ്ടാണ്. അത് മാത്രമല്ല, മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ദേശവിരുദ്ധ സർക്കാർ സ്പോൺസേഡ് ഈ ദേശവിരുദ്ധ രാജ്യദ്രോഹ പ്രവർത്തനത്തെ അപലപിക്കേണ്ട, ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കേണ്ട കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF. അപ്പോൾ അവരും പിണറായി വിജയന്റെ ഇന്നിപ്പോൾ സുനിഷായല്ലൂർ സർക്കാർ പരിപാടികളിൽ RSSന്റെ കാവ്യ പതാക ഏന്തിയ ഭാരതാംബ ചിത്രം ഉപയോഗിക്കുന്നതിൽ ഗവർണറെ എതിർപ്പറിയിക്കാൻ മുഖ്യമന്ത്രിയെ മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തിയ അതേ ദിവസമാണ് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ ഈ പരിപാടി നടത്തുന്നത്. ഇതൊരു വെല്ലുവിളിയാണോ? ഇതിനെ എങ്ങനെയാണ് ഇടതുപക്ഷം എതിർക്കാൻ പോകുന്നത്, സർക്കാർ എതിർക്കാൻ പോകുന്നത്? സംഘാടകർ ചിത്രം മാറ്റില്ല എന്ന് പറയുന്നു. സർക്കാർ പരിപാടിയല്ല, പത്മനാഭ സേവാ സമിതിയാണ് സംഘാടകർ. ഗവർണർ എത്തുമ്പോൾ എന്താണ് സ്ഥിതിവിശേഷം അവിടെ എന്നറിയാൻ നമുക്കും കാത്തിരിക്കാം. ഭാരതാംബയുടെ ചിത്രം അവിടെ തന്നെ ഇരിക്കും എന്നാണ് സംഘാടകർ പറയുന്നത്.